നമ്മളിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണ്. ഫ്രെയിമിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫ്രെയിമിൻ്റെ ഷോർട്ട് കട്ട് എഫ് ആണ്. എഫ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. ഈ ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഓക്കെ, ഫോണിൻ്റെ സൈസുണ്ട്, ടാബ്ലറ്റിൻ്റെ സൈസുണ്ട്, ഡെസ്ക്ടോപ്പ് സൈസുണ്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും സൈസുണ്ട്. നമുക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഏതെങ്കിലും ഒരു സൈസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രെയിംസ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആവും. ഈ ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ആകുമ്പോൾ നമുക്കിതിൻ്റെ റീനെയിം ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം, ഡെമോ എന്ന് കൊടുക്കാം. അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലെയർ പാനലിൽ ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ 4 ചുറ്റുമുള്ള റേഡിയസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും, ഇതുപോലെ കുറയ്ക്കാൻ പറ്റും. ഫ്രെയിം നമുക്ക് കളർ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ലെയറിൽ വന്ന് ഐക്കൺ നോക്കിക്കോണം. ഇതുപോലത്തെ ഒരു ഐക്കണാണ് നമുക്ക് ഫ്രെയിമിന് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഇത് വേറൊരു ഫ്രെയിമാണ്. ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം. ഇത് വേറൊരു ഫ്രെയിമാണ്. ഇത് നമുക്ക് ഇവിടെ ലെയറിൽ നോക്കിയാൽ മനസ്സിലാവും. ഡെമോയ്ക്കകത്ത് വേറൊരു ഫ്രെയിം കണ്ടില്ലേ. പിന്നെ നമ്മൾ ഈ ഫ്രെയിം മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫ്രെയിം മൂവ് ആവും. ഇനി ഞാൻ ഈ ഫ്രെയിം, ഇതിപ്പോൾ ഒരു ഫ്രെയിമല്ലേ, ഈ ഫ്രെയിം ഞാൻ വെളിയിൽ കൊണ്ടുപോവുകയാണ്. ഇനി ഞാൻ മൂവ് ചെയ്ത് നോക്കിക്കേ, അതാവത്തില്ല. കാര്യം ഈ ഫ്രെയിം വെളിയിലായി കഴിഞ്ഞു. ഈ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ഈ ഫ്രെയിമിനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു പേരൻ്റായിട്ട് കാണാം, ഇതിനെ കുട്ടിയായിട്ട് കാണാം. ഈ കുട്ടിയെ വെളിയിട്ട് കഴിഞ്ഞാൽ ഈ ഫ്രെയിമും ഈ പേരൻ്റ് ഈ കുട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ ഈ പേരൻ്റ് പറയും പോലെ ഈ കുട്ടി കേൾക്കുള്ളൂ. അതാണ് ഫ്രെയിം. ഈ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമോ റെക്ടാങ്കിൾ എവിടെ ക്ലിക്ക് അതിൻ്റെ ഏത് ടൂളായിരുന്നാലും ശരി തന്നെ, ഷേപ്സിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ സൈസ് കാണിക്കും. ആ സൈസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രെയിം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേജിൻ്റെ അകത്ത് ഇത്രയും ഒരു പേജാണ് അല്ലേ, അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ഫ്രെയിം. അതാണ് ഈ ഫ്രെയിം. അതൊക്കെ മുമ്പത്തെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് വേറെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് പറഞ്ഞല്ലോ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രെയിം ആയിരിക്കും ബട്ടൺസ്, ഇമേജ്. ഉദാഹരണത്തിന് ഇത് നോക്കുക, ഇതിപ്പോൾ നമ്മൾ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ലേ. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൻ്റെ അകത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നോക്കി, ഇതൊരു ഫ്രെയിമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രോപ്പർട്ടീസും ഇത്രയും എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത്രയും ഡിസൈൻ എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ നോക്കിക്കുക, അതിൻ്റെ അകത്ത് വേറെ ഫ്രെയിമുണ്ട്. ഇതൊരു ഫ്രെയിമാണ്, പിന്നെ ഇതൊരു ഫ്രെയിമാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വരെ നമുക്ക് ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് ഇതൊരു ഹോമാണ്. ഇവിടെ ഹോം ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രെയിം സെലക്ഷനോ Ctrl+Alt+G കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രെയിമായി മാറി. അതുകൊണ്ട് അവിടെ ഫ്രെയിമാണ് സെലക്ട് ആയിരിക്കുന്നത്. ആ ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും ടെക്സ്റ്റ് ഉള്ളത്. അതാണ് നമുക്ക് ടെക്സ്റ്റിനെ വരെ നമുക്ക് ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബട്ടണും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഒബ്ജക്റ്റിനെ ഇതുപോലെ വരച്ചിരിക്കുകയാണ്. ഇതിനെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഫ്രെയിമിൻ്റെ അകത്ത് എത്ര ഒബ്ജക്ട്സ് ഉണ്ടെങ്കിലും, എത്ര ഡിസൈൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞല്ലോ, ഇത് പേരൻ്റാണ്. ഇത് ഒരു ഗ്രൂപ്പായിട്ട് അങ്ങ് ആക്റ്റ് ആവും. ഈ ഗ്രൂപ്പായിട്ടാണ് ആക്റ്റ് ആവുന്നത്. പക്ഷേ ഇത് എപ്പോൾ ഇത് ഫ്രെയിമിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് വെളിയിൽ പോയി കഴിഞ്ഞോ ഇതിപ്പോൾ ഇതിൻ്റെ ഭാഗമല്ല. കണ്ടില്ലേ. അപ്പോൾ ഫ്രെയിംസ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. ഇനി നമുക്ക് ഗ്രൂപ്പ്സ് നോക്കാം. ഗ്രൂപ്പിന് ഞാൻ അതുപോലെ കുറച്ച് ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കിക്കോണം, ഇതൊരു ഒബ്ജക്റ്റ്, ഇത് രണ്ടിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. നോക്കിയോ, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും സെലക്ട്, ഇത് രണ്ടും സെലക്ട് ആയി കഴിഞ്ഞു. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് Ctrl+G അടിക്കുക. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പായി കഴിഞ്ഞു അല്ലേ. ഇനി ഞാൻ ഇതിനെ കൂടെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യണം. ഇതൊരു ഗ്രൂപ്പ്, ഇത് വേറൊരു ഒബ്ജക്റ്റാണ്. എന്നിട്ട് ഞാൻ Ctrl+G അടിക്കുകയാണ്. ഇത് മൊത്തത്തിലൊരു ഒബ്ജക്റ്റായി മാറി. ഇനി ഇത് ഇങ്ങനെ ഫാർ അവേ കിടക്കുകയാണ്, ഇങ്ങനെ നല്ല ദൂരം കിടക്കുകയാണ്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, Ctrl+G അടിച്ചു. നോക്കി, ഇതിപ്പം വലിയ ഗ്രൂപ്പായി. ഗ്രൂപ്പ് റബ്ബർ ബാൻഡ് പോലെയാണ് ബിഹേവ് ചെയ്യണത്. എവിടെ ഒരു ഒബ്ജക്റ്റ് കിടന്നാലും നമ്മൾ അതും കൂടെ വേറൊരു ഒബ്ജക്റ്റോട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട് ബിഹേവ് ആവും.
പക്ഷേ ഫ്രെയിം അങ്ങനെയല്ല, ഇതിനകത്ത് കയറിയാൽ മാത്രമേ ഫ്രെയിമിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ ഒറ്റ ഗ്രൂപ്പായിട്ട് ബിഹേവ് ആകത്തുള്ളൂ. ഇതിപ്പോൾ ഗ്രൂപ്പ് ചെയ്ത സാധനമല്ലേ, ഈ ഗ്രൂപ്പ് ചെയ്ത സാധനത്തിന് അകത്തുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഏതിനാണോ സെലക്ട് ചെയ്യേണ്ടത് അതിനെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലൂ ബോർഡർ ലൈൻ അവിടെ കാണിക്കും. അത് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിനെ മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ മൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് വെളിയിൽ പോയി അല്ലേ, പക്ഷേ അല്ല. ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ട അത് ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ മൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് എവിടെ കൊണ്ട് വെച്ചാലും ശരി തന്നെ ഇത് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരിക്കും. കണ്ടോ? ഇനി നമ്മൾ ഇതിന് റെക്റ്റാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു, അപ്പോൾ അത് ഫ്രെയിമിൻ്റെ വെളിയിൽ പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഈ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് വലുതാക്കി കൊടുത്തിട്ട് നോക്കാമെന്ന് വിചാരിക്കും. നോക്കിക്കേ, പക്ഷെ എന്നാലും അത് ഫ്രെയിമിൻ്റെ ഭാഗമാവില്ല. കാര്യം നമ്മളിതിനെ ആദ്യം ഫ്രെയിമിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ടാണ് ഫ്രെയിമിനെ വലുതാക്കിയത്. അപ്പോൾ ഒരിക്കലും അത് ഫ്രെയിമിൻ്റെ ഒരു ഭാഗമായി മാറില്ല. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ അൺഗ്രൂപ്പ് ചെയ്യാൻ നോക്കിയാലോ? ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് കൊടുത്താൽ മതി, അൺഗ്രൂപ്പായി. ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് കൊടുക്കുക, അൺഗ്രൂപ്പായി. ഇതും വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് കൊടുക്കുക, അൺഗ്രൂപ്പായി. കാര്യം നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ പല അൺഗ്രൂപ്പിംഗ് കൊടുത്തത്. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജി കൊടുക്കുക, ഗ്രൂപ്പ് ആവും. മനസ്സിലായില്ലേ ഇപ്പോൾ ഗ്രൂപ്പിങ്ങിൻ്റെ ഇത് ഇത്രയൊരു ഗ്രൂപ്പാണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ ഗ്രൂപ്പ് ആക്കിയാണ്, കൺട്രോൾ ജി പ്രസ് ചെയ്ത് ഗ്രൂപ്പാക്കി. ഇതൊരു ഗ്രൂപ്പ്. നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഗ്രൂപ്പാക്കാൻ കഴിയും. രണ്ട് ഗ്രൂപ്പിനെ നമുക്ക് ഒരു ഗ്രൂപ്പാക്കാൻ പറ്റും. അതാണ് നെസ്റ്റഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്, നെസ്റ്റഡ് ഗ്രൂപ്പിംഗ്. ഇനി ഇതൊരു ഗ്രൂപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഇപ്പം ഞാൻ ഇത് ഗ്രൂപ്പാണ്, ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു ഒബ്ജക്റ്റിനെ കൊണ്ടിടുകയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇതിനെ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. കാര്യം ഇതൊരു വേറെ ഒബ്ജക്റ്റാണ്. നമ്മൾ എന്നാലും കൺട്രോൾ ജി പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഗ്രൂപ്പിലോട്ട് കയറത്തുള്ളൂ, എന്നാൽ മാത്രമേ ഒറ്റ ഒബ്ജക്റ്റായിട്ട് ഇത് ബിഹേവ് ചെയ്യത്തുള്ളൂ. ഇനി അപ്പോൾ ഇത് ഇത്ര ഒരു ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പിനെ നമുക്ക് ഫ്രെയിം ആക്കാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്രെയിം സെലക്ഷൻ, കൺട്രോൾ ഓൾട്ട് ജി ആണ് ഷോർട്ട് കട്ട്. നോക്കിക്കുക, ഇത് ഫ്രെയിമായി മാറി കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിം എന്ന് ഇത് കാണിക്കുന്നുണ്ടോ റൈറ്റിൽ, ഇവിടെയും അത് ഫ്രെയിമായി മാറി, ലെയറിലും ഫ്രെയിമായി മാറി. ഗ്രൂപ്പിനെ നമുക്ക് ഫ്രെയിം ആക്കാൻ വേണ്ടി പറ്റും. എത്രത്തോളം സെക്ഷനുണ്ടോ അത്രത്തോളം സെക്ഷൻ എടുത്ത് അത് ഫ്രെയിമായി മാറിക്കോളും. ഗ്രൂപ്പിൻ്റെയും ഫ്രെയിമിൻ്റെയും ഉപയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്രൈ ഔട്ട് ചെയ്യുക. ഇനി ഈ ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കൽ പ്രോജക്റ്റിൽ നമുക്ക് ഉപയോഗപ്പെടുന്നത് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന ഇതില്ലേ, ഇത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കാണിച്ചില്ല, അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ടായത് കണ്ടോ, ഇത് അവർ ഗ്രൂപ്പ് ചെയ്തതാണ്. അതായത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഒരുമിച്ച് സെലക്ട് ആയി. ഇതെല്ലാം അവർ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എല്ലാം ഒരുമിച്ച് ഇതുപോലെ സെലക്ട് ചെയ്യും. ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആക്കിയതിന് ശേഷം കൺട്രോൾ ജി അടിച്ച് ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യുന്ന രീതിയാണ്. നമ്മളിത് ഒരുപാട് പ്രോജക്റ്റിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് ഇത് ഗ്രൂപ്പിംഗ്. ഇപ്പോൾ ഗ്രൂപ്പിംഗ് ഇതിനാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഇത് നോക്കുക, ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ, ഇതെല്ലാം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോൾ ജി അടിച്ച് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പായി. കണ്ടില്ലേ, ഇതെല്ലാം ഈ ഗ്രൂപ്പ്. ഇനി നമുക്ക് ഇമേജ് വേണമല്ലോ, ഇമേജ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇമേജ് സെലക്ട് ആവും. എന്നിട്ട് ഇതിനെ കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് കൺട്രോൾ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായി. ഇതുപോലെ ഗ്രൂപ്പാക്കിയാണ് നമ്മൾ പല ഡിസൈൻസ് നമ്മൾ ചില സമയത്തൊക്കെ ചെയ്യണത്. ഓക്കെ, ഇതിൽ നമ്മൾ ഓട്ടോ ലേഔട്ട് ഉപയോഗിക്കും. ഓട്ടോ ലേഔട്ട് നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പറയുന്നുണ്ട്, അതാകുമ്പോൾ കുറച്ച് മനസ്സിലാവും. ഇനി ഫ്രെയിമിൽ വരുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഇതിനെ ഇതുപോലെ പകുതിയാക്കി വയ്ക്കുകയാണ്. അതിനുശേഷം ഈ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് കളർ മാറ്റാം. ഈ ഫ്രെയിമിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ക്ലിപ്പ് ടു കണ്ടന്റ് കാണുന്നുണ്ടോ? ഈ ക്ലിപ്പ് ടു കണ്ടന്റ് ടിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോണം. ഔട്ട് സൈഡിലുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല, ഫ്രെയിമിൻ്റെ അകത്തുള്ള സാധനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇതിനെ ക്ലിപ്പ് ആയി വയ്ക്കും. വെളിയിൽ പോകണമെന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രെയിമിൽ ഇതുപോലെ ക്ലിപ്പ് കണ്ടന്റ് കൊടുത്താണ് ചെയ്യുന്നത്. അത് എപ്പോഴും മനസ്സിലിരിക്കുക. അതായത് ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫ്രെയിമിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിപ്പ് ടു കാണാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്രെയിമിന് വെളിയിൽ പോയ കാര്യങ്ങൾ ഈ ഫ്രെയിമിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ക്ലിപ്പ് കണ്ടന്റ് ഉപയോഗിക്കുന്നത്.
ശ്രദ്ധിക്കുക കേട്ടോ അത്. പക്ഷേ ഇതൊരു ആപ്പ് ഡിസൈനാണ്, നോക്കിയോ. ഈ ഒരു ആപ്പിൽ ഞാൻ ഈ ക്ലിപ്പ് കണ്ടൻറ്റ് ഓഫ് ചെയ്യുമ്പോൾ നോക്കിയാൽ എന്തുമാത്രം ഡിസൈൻസാണ് വെളിയിൽ കിടക്കണം നോക്കിയാൽ. ഇത് ഫുള്ള് വെളിയിൽ, അവിടെ താഴത്തെ ഇത് വെളിയിൽ. എന്നാൽ ക്ലിപ്പ് കണ്ടൻറ്റ് കൊടുക്കുമ്പോഴോ എല്ലാം അകത്തായി നല്ല രീതിയിൽ സെറ്റായി. ഫ്രെയിംസ് നല്ലോണം ഉപയോഗിച്ച് പഠിക്കുക. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. അത് ലെയർ പാനലിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നോക്കി പഠിക്കുക. നമുക്കതിന് ഫ്രെയിംസ് ലെയേഴ്സ് പാനൽ വരുമ്പോൾ നമുക്ക് ലെയേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.